കർണാടകയിലെ കോൺഗ്രസ് വിജയശില്പിയെ കേരളത്തിലേക്ക് എത്തിച്ചത് രാഹുൽ ഗാന്ധിയാണ്. 20 മണ്ഡലങ്ങളെയും കുറിച്ച് പഠിച്ച് എംപിമാരുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷമാണ് സുനിൽ കനുഗോലു റിപ്പോർട്ട് തയ്യാറാക്കിയത്. 3 ആശങ്ക. മാവേലിക്കര എംപി കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി മത്സരരംഗത്തുള്ളയാൾ, 9 തവണ മത്സരിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം 10ാം അംഗത്തിനിറങ്ങുന്ന കൊടിക്കുന്നിലിന് തിരിച്ചടിയാകുമെന്നാണ് കനുഗോലുവിന്റെ റിപ്പോർട്ട്. ആന്റണി. പത്തനംതിട്ടയിൽ ആന്റോയ്ക്ക് ക്രൈസ്തവ സഭയുടെ പഴയ പിന്തുണ ഇല്ലെന്നാണ് കനുഗോലുവിന്റെ കണ്ടെത്തൽ. ആന്റോയ്ക്ക് പകരം യുവതലമുറയിൽ നിന്ന് ആരെയെങ്കിലും പരിഗണിക്കണമെന്നാണ് കനുഗോലുവിന്റെ നിർദ്ദേശം. അങ്ങനെ വന്നാൽ അബിൻ വർക്കിയോ അനിൽ തോമസോ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഇറങ്ങിയേക്കും. കനുഗോലുവിന് ആശങ്കയുള്ള 3ാമത്തെ മണ്ഡലം തൃശൂരാണ്. TN പ്രതാപൻ. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള പ്രതാപന്റെ ആഗ്രഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരിക്കുമെന്നാണ് കനുഗോലുവിന്റെ റിപ്പോർട്ട്. കോഴിക്കോട് മാലത്തൂരും കടുത്ത മത്സരം നടക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉൾപാർട്ടി പ്രശ്നമാണ് MK രാഘവന് വെല്ലുവിളി. രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണത്തെ അത്ര എളുപ്പമാകില്ല. സുധാകരൻ അല്ലെങ്കിൽ കണ്ണൂരും കടുക്കും. കേരളത്തിൽ കോൺഗ്രസിനായി തന്ത്രം മെനയാൻ കേന്ദ്രം ഇറക്കിയ കനുഗോലുവിന്റെ പഠന റിപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.